എല്ലാവർക്കും MICയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നിതിനാണ്. നമ്മൾ ഇന്ന് വന്നേക്കുന്ന റിയാക്ഷൻ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയും ഏറ്റവും പുതിയ മൂവിയായിട്ടുള്ള ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ട്രീസർ കാണാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നേരെ നമുക്ക് ട്രീസറിലോട്ട് പോയാലോ. ഈശ്വര, നടക്കൂല്ല എന്നൊരു ഉറപ്പില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം, നല്ലൊരു കണി കാണിക്കണേ. ആനന്ദിനൊരു പഞ്ചപാവ, ഒരു സാധു. വിനു ഒരു മിടുക്കനാ. കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ അളിയ സ്മൈൽ. നിന്നെ നേരെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാൻ ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റി മാത്രം ഇല്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നല്ലേ? എന്താ കഴിച്ചത്? ബർഗറും കോക്കും. നമ്മുടെ അഞ്ജലിവിനെ കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോകില്ല. അതിനിപ്പോ ഞാനുണ്ട്. പേടിക്കാനൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. എന്നാ കാണാം, ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. ആദ്യം തന്നെ പറയാനുള്ള വേറെ ഒന്നും തന്നെ അല്ല, എനിക്ക് തോന്നുന്നു മലയാളം പടത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് 2027 നടത്തിയിരാൻ പോകുന്നത്. അല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, പ്രമേലു, അതിനു മുമ്പുള്ള പടം തൊട്ട് നമുക്ക് ഇങ്ങനെ ഓരോ മൂവിയും മലയാളം ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ പടമുണ്ട് തിയേറ്ററിൽ തന്നെ. ഓരോന്നിൻ്റെ പേര് പറയാൻ കുറേ ടൈം പോവും. 3-4 പടം ഇപ്പം നല്ല ആവേശം, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെയുള്ള കുറേ മൂവി ഇപ്പം മലയാള പടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല തകർപ്പനായിട്ട്. ഇതിൽ തന്നെ പറയാം, ഇത്രയും നാൾ കണ്ടത് വെച്ച് മലയാളം പഴയൊരു കോമഡി പടത്തിലോട്ട് തിരിച്ചു വരാൻ പോകുന്നത്. എനിക്കൊന്ന് മെയ് 26 ദിലീപിൻ്റെ മൂവി തൊട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന പകുതി മുക്കാൽ പടവും കോമഡി എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളോട്ടാണ് വരാൻ പോകുന്നത്. ഇതും അതുപോലെ തന്നെ ദിലീപിൻ്റെ മൂവി 26 അത് ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ അടുത്തൊരു കോമഡി മൂവിയും കൂടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ ബേസിലും അതുപോലെ തന്നെ പൃഥ്വിരാജുമാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. നല്ല അടിപൊളി ഒരു കോംബോ തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നീട് കാര്യം എടുത്തു പറയുന്നത്, ഈ ഗുരുവായൂരമ്പലം നടയിൽ ആ പേര് വന്നത് പണ്ട് ഇടയ്ക്കൊരു കല്യാണം നടന്നപ്പോൾ എൻ്റെ ഗുരുവായൂർ എപ്പോന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വൈറലായ കല്യാണത്തിൻ്റെ. അപ്പോൾ അത് ഇതുമായിട്ട് എന്തോ ഒരു ഇത് എനിക്ക് തോന്നി കേട്ടോ, ചെറിയൊരു സാമ്യം എന്തോ പോലെ ഉള്ളത് പോലെ അത് ചെറുതായിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആദ്യം ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ ആണ്, ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പോ പറഞ്ഞിങ്ങനെ താലി നീട്ടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നല്ല വൈറലായിരുന്നു. അതും ഇതുമായിട്ടൊരു ചെറിയൊരു സാമ്യമുള്ള പോലെ തോന്നി പേരിലും കാര്യങ്ങൾക്കും. പിന്നീട് എടുത്തു പറയുകയാണെങ്കിൽ ഇത് എത്ര മണിക്കൂറാണ്, ഏത് ദിവസമാണ് റിലീസും കാര്യങ്ങളും വരുന്നത് നമുക്ക് പറയാം. മെയ് 16 അടുത്ത മാസം മെയ് 16 റിലീസും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ 2 മണിക്കൂറാണ് പടത്തിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ മൂവി കോമഡി ആൻഡ് ത്രില്ലറാണ് വരാൻ പോകുന്നത്. ബേസിൽ ആൻഡ് പൃഥ്വിരാജ് കോംബോ നല്ല അടിപൊളി ഒരു കോംബോനാണ്. ചിരിച്ച് ചാവാനുള്ള വക എല്ലാം ഉണ്ട്. കാര്യം കുറേ പുതിയ ജനറേഷൻ കോമഡി അടിക്കുന്ന താരങ്ങളെല്ലാം ആ പടത്തിനകത്ത് ഉണ്ടെന്ന് നമുക്ക് എടുത്തു പറയാം. പിന്നീട് എന്തായാലും നല്ലൊരു വിജയാശംസകളായിരിക്കും 2024 മലയാളം പടം കൊയ്യാൻ പോകുന്നത്. അതിൽ ഒരു പടത്തിൻ്റെ പേര് ഇതാണെന്ന് കൂട്ടിവെച്ചോ. എന്തായാലും ഇപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു കോമഡി പടം നമ്മുടെ മലയാളത്തിലോട്ട് വരുന്നത്. നേരത്തെ ആക്ഷനാ, പിന്നീട് മലയാളം പടം എന്ന് വെച്ചാൽ പണ്ടത്തെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥാപാത്രത്തോട്ടാണ് പകുതി പടവും ഇപ്പം മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ്, ആട് ജീവിതം, അങ്ങനെയൊക്കെയുള്ളത്. അതുപോലെ തന്നെ ഇനി കുറച്ച് നാൾ ഇച്ചിരി ആക്ഷനും അതുപോലെ തന്നെ ഇപ്പം ആക്ഷനുള്ള പടങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട് കുറേ. പിന്നീട് അതുപോലെ തന്നെ ഇപ്പം ഇനി കോമഡി പീസ് പടങ്ങൾ ഒത്തിരി നാളായെന്ന് തോന്നുന്നു മലയാളികളൊരു ഫുൾ കോമഡി പടവും കാര്യങ്ങളും കണ്ടിട്ടെന്ന് തോന്നും. മെയ് 16 ഈ പടം ഇറങ്ങുന്നതോടെ ആ കോമഡി പടം ഇറങ്ങുന്നില്ലെന്നുള്ളൊരു പ്രശ്നം അങ്ങ് തീരും.
കിടിലക്കാച്ചി കോമഡിയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ പടത്തിനകത്തുനിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് 100% ഉറപ്പാണ്. ബേസിൽ സ്കോർ ചെയ്യുന്നതനുസരിച്ച് പൃഥ്വിരാജിൻ്റെ മാറ്റവും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടാണ്. പൃഥ്വിരാജ് ഒരു ആടുജീവിതത്തിന് ശേഷം വരുന്നതാണ്, പക്ഷേ മുഖത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യാസം കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അഭിനയം കോമഡിയിലോട്ട് വരുമ്പോൾ തന്നെ വേറെ ഒരു രീതിയായിരിക്കും. എന്തായാലും പൃഥ്വിരാജ് അങ്ങനെ വലിയ കോമഡി പടങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതിലൂടെ നല്ലൊരു പുതിയൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് തോന്നുന്നു. മുഖത്തിൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളും അതിനൊപ്പത്തൊട്ടം പിടിച്ച് നിൽക്കുന്നത്. ഏറ്റവും അവസാനം ബേസിൽ പറയുന്ന പോലെ നിങ്ങളാണ് ഇതിനകത്ത് ഹീറോ. അപ്പം എന്തോ ഒരു സംബന്ധമായിരിക്കും. എനിക്കൊന്ന് കെട്ടാൻ പോകുന്ന പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ പൃഥ്വിരാജ് ആയിരിക്കും. അത് ആ രീതിയായിരിക്കും ചിലപ്പം കഥയും കാര്യങ്ങളും വരാൻ പോകുന്നത്. പിന്നീട് ഗൾഫുകാരുടെ ഒരു ചെറിയ ജീവിതം കാണിക്കുന്നുണ്ട്. വീട്ടുകാർ വിളിക്കുമ്പോൾ എന്താ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നേ അവിടെ പണിയെടുത്തോണ്ടിരിക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയോ വിശന്നാ പട്ടിണിയോ കിടക്കുമോ, അല്ലെങ്കിൽ പറയാം ബർഗർ കഴിച്ച് ഇത് കഴിച്ച് എന്താണ് മറ്റേ അൽഫാമോ പിന്നെ കുബൂസോ എല്ലാം കഴിച്ചെന്നൊക്കെ പറയുന്ന പോലെയാണ് അതൊരു ഗൾഫുകാരുടെ ചെറിയൊരു ജീവിതം കാര്യങ്ങൾ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയതിന് ശേഷം അയാൾ ഗൾഫിൽ ചെന്നിട്ടൊരു കാണിക്കുന്നതായിരിക്കാം രീതിയിലായിരിക്കും ചിലപ്പം കഥകളും. അതായത് ഇനി ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങും. അപ്പം കൂടുതലും കൂടെ ഇച്ചിരി വിശദമായിട്ട് നമുക്ക് പറയാം. കാര്യം ഒരു ചെറിയൊരു മിനിറ്റുകൾക്കുള്ളിൽ നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ഫീലും കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും ആക്ടിങ്ങും അതുപോലെ തന്നെ കോമഡിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആണ്. ഇനി ട്രെയിലറും കാര്യങ്ങളും ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലായിട്ടൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ എന്തായാലും നല്ലൊരു ചെറിയൊരു രീതിയിലെല്ലാം പറഞ്ഞ് നിർത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ പറ്റുന്ന നിങ്ങളുടെ സ്വന്തം നെക്സ്റ്റ് വീഡിയോ കമ്മിങ് സൂൺ.